ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി നടത്തിയ ചർച്ച പരാജയം. നടന്നത് പേരിനൊരു ചർച്ചയെന്ന ആശാ പ്രവർത്തകർ. ഓണറേറിയം വർധന അടക്കമുള്ള ആവശ്യങ്ങൾ ഒന്നും ചർച്ചയായില്ല. നാളെ രാവിലെ 11 മുതൽ അനിശ്ചിതകാല സമരത്തിന് ആശാ വർക്കർമാർ. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ കാണണമെന്ന് സമരക്കാരോട് മന്ത്രി വീണ ജോർജ്. ആശമാരുടെ നിർവചനം മാറ്റുന്നതിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച നടത്തുമെന്നും മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രശംസയുമായി വീണ്ടും ശശി തരൂർ. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയം ശരിയെന്ന് തരൂർ. രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞു. മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമായെന്നും തരൂർ. തരൂരിന്റെ നിലപാട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് BJP. വയനാട് പുനരധിവാസത്തിനെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനം. എൽസ്റ്റൺ എസ്റ്റേറ്റിന് 26 കോടി രൂപ നഷ്ടപരിഹാരം നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. തുക നൽകുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന്. ഒൻപത് മാസത്തിനു ശേഷം സുനിത വില്യംസും സംഘവും ഭൂമിയിൽ. പുലർച്ചെ 3:27 ഡ്രാഗൺ പേടകം മെക്സിക്കൻ കടലിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. നിശ്ചയദാർഢ്യം സുനിതയും കൂട്ടരും കാണിച്ചു തന്നുവെന്ന് നരേന്ദ്രമോദി. അഭിനന്ദനവുമായി പാർലമെന്റും കേരള നിയമസഭയും. 4 പേരും സുരക്ഷിതരാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും നാസ. സംസ്ഥാനത്തുടനീളം ലഹരിവേട്ട തുടരുന്നു. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ ലഹരിവേട്ടയിൽ നിർണായക അറസ്റ്റ്. ക്യാമ്പസിലേക്ക് കഞ്ചാവ് എത്തിച്ച 2 ഇതര സംസ്ഥാനക്കാർ പിടിയിൽ. കൊച്ചി വിമാനത്താവളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി ഡൽഹി സ്വദേശികൾ പിടിയിൽ. കണ്ണൂരിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ പ്രവർത്തകൻ കഞ്ചാവുമായി പിടിയിൽ. കൊല്ലം താന്നിയിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി അച്ഛനും അമ്മയും ജീവനൊടുക്കി. മരിച്ചത് അജീഷ്, ഭാര്യ സലു, മകൻ ആദി എന്നിവർ. ജീവനൊടുക്കിയത് അജീഷിന് ക്യാൻസർ സ്ഥിരീകരിച്ചതിലെ മനോവിഷമം മൂലമെന്ന് നിഗമനം. താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമെന്ന് പോലീസ്. തലശ്ശേരി ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ CPIM പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസിനെ സ്ഥലം മാറ്റിയത് സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പോലീസുകാർക്കെതിരായ നടപടി സേനയുടെ ആത്മവിശ്വാസം കെടുത്തിയെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ്. അവതരണാനുമതി സ്പീക്കർ തള്ളിയതോടെ സഭ വിട്ടിറങ്ങി പ്രതിപക്ഷം. ഗാസയിലെ വ്യോമാക്രമണം തുടക്കം മാത്രമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സർവശക്തിയോടെ യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപനം. ആക്രമണം ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് ആശങ്ക. ആക്രമണത്തിന് ഉത്തരവാദി ഹമാസ് എന്ന് അമേരിക്ക. വ്യോമാക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 400-ലധികം പേർ.